ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ ജൂലൈ മാസത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ കർത്താവ് നമുക്ക് തരുന്ന സുലഭമായിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹാദയ കൊണ്ടും കൃപ കൊണ്ടും നമ്മെ ഓരോ ദിവസവും ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായും ദൈവത്തെ 1000 സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ വന്ധ്യനാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവിക ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ഒരുപാട് പേർ അനുദിന ഈ സന്ദേശം കേൾക്കുന്നവരിലുണ്ടെന്നറിയുന്നു. ഇന്ന് 4-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ബലവും ശക്തിയും കൃപയും എല്ലാം ദൈവം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിലുപരി ശരീരം ക്ഷീണിച്ചാലും അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും നമ്മൾ ആത്മനിയോഗത്തോടെ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി തരികയും ചെയ്യാൻ ഈ ദിവസങ്ങൾ മുതൽ മുന്നോട്ട് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 104-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 104-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. ഒരു സാധാരണ നിലവാരത്തിലുള്ള സാങ്കേതിക അർത്ഥമുള്ളൊരു വാക്യമാണത്. ഈ വാക്യത്തിൻ്റെ പുറകിലേക്ക് നോക്കുമ്പോൾ 19-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് സൂര്യൻ തൻ്റെ അസ്തമനത്തെ അറിയുന്നു, ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. സൂര്യൻ എപ്പോൾ അസ്തമിക്കുന്നു, സൂര്യൻ എപ്പോൾ ഇരുട്ടുണ്ടാക്കുന്നു, ആ സമയത്ത് കാട്ടുമൃഗങ്ങളുടെ സഞ്ചാരം തുടങ്ങും. എന്നാൽ നമ്മൾ വായിച്ച വേദവാക്യം 22-ൽ പറയുന്നു, എപ്പോൾ സൂര്യൻ ഉദിക്കുന്നു അപ്പോൾ ഈ കാട്ടുമൃഗങ്ങളെല്ലാം മടങ്ങും, അതതിൻ്റെ ഗുഹയിൽ ചെന്ന് കിടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രപഞ്ചത്തിലെ ഒരു സത്യമാണ്. ഇത് ആത്മീകവൽക്കരിക്കപ്പെട്ട് നമ്മളോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് ഇടപെടാൻ ഇഷ്ടമുണ്ടെന്ന് ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ തിരിച്ചറിയുന്നു. വേദപുസ്തകം അങ്ങനെയാണല്ലോ, അനേക കാര്യങ്ങൾ ആത്മീകവൽക്കരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ദൂത് ഉണ്ടാകുകയും ചെയ്യും. ഈ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഇത് അക്ഷരീകമായ സൂര്യനെക്കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. മേഘങ്ങളും കാർമേഘങ്ങളെല്ലാം ആത്മീകമായി വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഞാൻ പയലേശമെന്നെ ദൈവസന്നിധിയിൽ ഈ സൂര്യനെ നമ്മുടെ കർത്താവിനോട് ഉപമിച്ചോട്ടെ. വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ കർത്താവിനെ നീതി സൂര്യൻ ഉദിക്കുമെന്നും വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വാക്യം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല രാവിലത്തെ ഒരു അല്പസമയത്തെ സന്ദേശമെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ റെഫറൻസുകൾ പറയാത്തത്. ബൈബിളിലുണ്ട്. നിങ്ങൾക്ക് അനിവാര്യമെങ്കിൽ നിങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തുക. യേശുക്രിസ്തു നീതി സൂര്യനാണ്. ആ നീതി സൂര്യൻ ഉദിക്കുക എന്ന് പറയുന്നത് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത് ഒരു സൂര്യോദയം തന്നെയായിരുന്നു. ഇരുട്ടിലിരുന്ന അനേക ആളുകൾ വെളിച്ചം കണ്ടു. എന്നാൽ ഇന്ന് ആ കാര്യങ്ങൾ നടന്നിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടു. എന്നാൽ അവനവൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഉദിക്കുക എന്നത് ഒരു വ്യക്തിപരമായ അനുഭവമാണ്. ഞാൻ ഈ വാക്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ യേശു എന്ന നീതി സൂര്യൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഈ സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അനുഭവത്തിൽ നിന്ന്, അതിന് വാക്യം തപ്പി നടന്നാൽ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ ചിലപ്പോൾ ഒരു വാക്യം നമുക്കുണ്ടാക്കിക്കൊണ്ടുവരാം. പക്ഷേ അനുഭവസ്ഥരായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇത് കേൾക്കുമ്പോൾ ആമീൻ പറഞ്ഞുറപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എന്ന നീതി സൂര്യൻ ഏത് കുടുംബത്തിൽ ഉദിച്ചിട്ടുണ്ടോ, ആ ഉദിക്കുമ്പോൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഊടാടി സഞ്ചരിച്ച് നടന്ന ചില ഇരുട്ടിൻ്റെ പുറകിൽ നടക്കുന്ന കാട്ടുമൃഗങ്ങൾക്ക് തുല്യമായ ദുഷ്ടാത്മശക്തികളും അത് വിതച്ചിട്ട് പോയ കെടുതികളും അതെല്ലാം സൂര്യനുദിച്ചാൽ മടങ്ങിപ്പോയേ പറ്റൂ. സൂര്യനുദിച്ചാൽ അതതിൻ്റെ ഗുഹയ്ക്കകത്ത് പോയി ഒതുങ്ങിയേ പറ്റൂ. വിരാജിച്ച്
വിരിഞ്ഞ് നടന്ന ചില കാട്ടുമൃഗങ്ങൾ, ചില ദുഷ്ടജന്തുക്കൾ, ചില പോർവിളികൾ, ചില ഓരിയിടുന്ന കുറുക്കന്മാർ, ചില അലറുന്ന സിംഹങ്ങൾ, ആരുമാകട്ടെ, അത് മുഴുവൻ പിന്തിരിയാനും ചെല്ലേണ്ടിടത്ത് ചെന്ന് കിടക്കാനും നമ്മുടെ നേരെ വരാതിരിക്കാനും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാനും വാവിളിക്കാനും അലറാനും ഒന്നും സമ്മതിക്കാതിരിക്കണമെങ്കിൽ കെണി വെക്കണ്ട, കുടുക്ക് വെക്കണ്ട, പാട്ട കൊട്ടണ്ട, ഒച്ചപ്പാടുണ്ടാക്കണ്ട, പന്തം കൊളുത്തണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നല്ലോ. ഒറ്റ കാര്യം നടന്നാൽ മതിയെന്ന എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിൾ എന്നോട് പറഞ്ഞത്. അത് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവിതത്തിൽ ക്രിസ്തുവെന്ന നീതി സൂര്യൻ ഉദിച്ചാൽ ദുഷ്ടശക്തികൾക്ക് നിഴലിച്ച് നിൽക്കുന്ന കാട്ടുമൃഗങ്ങൾ ഒതുങ്ങിക്കോളും ബ്രദർ, ഒതുങ്ങിക്കോളും. അപ്പോൾ സൂര്യോദയത്തിങ്കൽ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നാം അറിയാതെ വിരാജിച്ച് നടന്ന പല ഹിംസ്രജീവികളും ആരും പറയാതെ, ഫോറസ്റ്റ് ഓഫീസേഴ്സ് തോക്കെടുത്ത് വെടിവെക്കാതെ, അവർ ഒച്ചപ്പാടും പന്തം കൊളുത്തിയും ഈ മൃഗങ്ങളെ അതൊക്കെ ഒറ്റപ്പെട്ട കേസുകൾ നടക്കുന്നുണ്ട് കേട്ടോ, അതില്ലെന്നല്ല പറയുന്നത്. ഇപ്പോൾ ആന ഇറങ്ങിയാൽ അല്ലെങ്കിൽ പുലി ഇറങ്ങിയാലൊക്കെ ഇവിടെ വാർത്തകൾ വരാറുണ്ട്. പക്ഷെ എല്ലാ ദിവസവും പുലിയെ തിരിച്ച് ഗുഹയ്ക്കേറ്റുന്നത് വെടിവെച്ചല്ലല്ലോ, ആനയെല്ലാം കൂടി പന്തം കൊളുത്തിയാലല്ലോ. ഇവിടെ ഒരു പ്രകൃതി നിത്യമായ സത്യമുണ്ട്. ആ സത്യത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റും. ആ സത്യമാണ് തിരുവചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, അതതിൻ്റെ ഗുഹകൾക്കകത്ത് പോയി ഒതുങ്ങുന്നു. ഞാൻ ദൈവസന്നിധി നിന്ന് പറയാം, നിൻ്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കട്ടെ, നിൻ്റെ ശരീരത്തിൽ ഈ സൂര്യോദയം നടക്കട്ടെ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഈ സൂര്യൻ ഉദിക്കട്ടെ, നിങ്ങളുടെ വീടിനകത്ത് ഈ സൂര്യൻ ഉദിക്കട്ടെ. പാമ്പും പഴുതാരിയും എലിയും നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ കയറത്തില്ലെന്ന് പറയാനല്ല ഞാൻ രാവിലെ ഈ സമയം എടുക്കുന്നത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഇരുട്ടിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ചില കാട്ടുമൃഗങ്ങൾക്ക് തുല്യമായ, കയ്യിൽ കിട്ടിയാൽ കടിച്ച് കീറാൻ വേണ്ടി പമ്മി നിൽക്കുന്ന, ഒരുതരം വല്ലാത്ത നോട്ടം നോക്കുന്ന, തെറ്റപ്പല്ലുകൾ പുറത്ത് കാണിച്ചുകൊണ്ട് മുരടിച്ചും മുരങ്ങിയും നിൽക്കുന്ന ചില കാട്ടുമൃഗങ്ങൾ നിൻ്റെ കുടുംബത്തിൽ കാണും, ബന്ധുവീട്ടിൽ കാണും, ചുറ്റുവട്ടത്ത് കാണും, ചുറ്റും ആ പരിസരത്തെല്ലാം കണ്ടേക്കാം. പക്ഷേ ആത്മനിയോഗത്തോടെ ഈ വാക്യം വെച്ച് ഞാൻ ദൈവാത്മാവിൽ പറയാം, ചില വിഷയങ്ങൾ നമ്മളൊന്നും ചെയ്യാതെ താനേ മടങ്ങും. ഇരുട്ടത്ത് കിടന്നു സൂര്യൻ ഉദിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചാലും ഈ വക കാട്ടുമൃഗങ്ങൾ മടങ്ങിപ്പോവോ? സൂര്യൻ ഉദിക്കാതെ നമ്മൾ ഉപവാസം എടുത്താലും ഈ വക വിഷയങ്ങൾ അതിൻ്റെ ഗുഹയിൽ പോയി ഒതുങ്ങുമോ? വേദപുസ്തകം പറയുന്നതല്ലേ സത്യം? സൂര്യൻ ഉദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവം ചിലരെ അയക്കട്ടെ. അവർ കാലുകുത്തുമ്പോൾ ഒരു സൂര്യോദയം സംഭവിക്കട്ടെ. നിങ്ങൾക്കത് മനസ്സിലാകട്ടെ. ഒരു വെളിച്ചം കയറിയതുപോലെ, ഒരു പ്രഭാതം പൊട്ടി വിടർന്നതുപോലെ, മനസ്സ് തെളിഞ്ഞതുപോലെ, ഹൃദയത്തിൽ പ്രത്യാശ വന്നതുപോലെ, സന്തോഷം മടങ്ങി വന്നതുപോലെ, ചിരി ജീവിതത്തിലേക്ക് വന്നതുപോലെ, ഒരു ഉൾഭയം മാറിപ്പോയതുപോലെ, ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ മാറിയതുപോലെ ഉണ്ടോ? അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. വെള്ളിമേഘങ്ങളെ കീറി കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് പതുക്കെ പൊങ്ങിക്കേറി വരുന്ന ആ സൂര്യനെ കണ്ടോ? ആ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ആ സൂര്യൻ നിങ്ങളുടെ തലയ്ക്ക് മീതെ കത്തി ജ്വലിച്ച് നിൽക്കട്ടെ. എനിക്കൊരു ഉറപ്പ് തരാം, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യൻ ഉദിച്ച് നട്ടുച്ചയ്ക്ക് ജ്വലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ കീഴെ ഒരു കാട്ടുമൃഗത്തിനും അലറാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. സൂര്യൻ ഉദിക്കാത്ത വേളയിൽ മൃഗങ്ങൾ ഇറങ്ങി നടന്ന് വിരാജിച്ചോട്ടെ, അത് ദൈവം അനുവദിച്ചിട്ടുണ്ട്. എപ്പോൾ സൂര്യൻ ഉദിക്കുന്നോ അപ്പോൾ നീ മടങ്ങണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ജീവിതത്തിൽ കർത്താവായ യേശു എന്ന നീതി സൂര്യൻ ഉദിച്ചാൽ, ഹൃദയത്തിൽ സൂര്യോദയമുണ്ടായാൽ, ജീവിതത്തിലും കുടുംബത്തിലും ജീവിതയാത്രയിലും ഈ സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, തന്നെ ചില പ്രശ്നങ്ങൾ മടങ്ങും. നിങ്ങളുടെ വീട് വിട്ട്, ജീവിതം വിട്ട്, കുടുംബം വിട്ട്, കഴിഞ്ഞ 12 കൊല്ലമായി നിങ്ങൾ അനുഭവിക്കുന്ന സകല നൊമ്പരങ്ങളും വിട്ട് ഈ വിഷയങ്ങൾ മടങ്ങിപ്പോയി
അത് അതിൻ്റെ ഗുഹയിൽ, നിങ്ങളുടെ വീട്ടിൽ വന്ന് തിണ്ണയിൽ ചാക്ക് വിരിച്ച് കിടക്കാനോ നിങ്ങളുടെ അടുക്കളയിൽ കിടക്കാനോ ഈ കാട്ടുമൃഗത്തെ സമ്മതിക്കരുത്. അത് അതിൻ്റെ ഗുഹയിൽ പോട്ടെ. ഇവിടെ അത് വേണ്ട. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ തേനീച്ചക്കൂട് പോലെ ഈ കാട്ടുമൃഗം രോഗമായിട്ടും ക്ഷീണമായിട്ടും ക്യാൻസറായിട്ടും ട്യൂമറായിട്ടും എന്നെ തിന്നാൻ, എന്നെ ഒതുക്കാൻ എന്നിൽ കയറി നിൽക്കുന്ന കാട്ടുമൃഗം സൂര്യോദയത്തിങ്കൽ അത് തിരിച്ചു പോട്ടെ. എൻ്റെ ശരീരം വിട്ട്, എൻ്റെ വീട് വിട്ട്, എൻ്റെ മനസ്സ് വിട്ട്, എൻ്റെ ആത്മമണ്ഡലം വിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ട്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശ ഭൂമി വിട്ട് ഈ കാട്ടുമൃഗങ്ങൾ മടങ്ങിപ്പോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? സൂര്യോദയത്തിന് നിങ്ങളെ ഏൽപ്പിച്ചുകൂടെ? നിങ്ങൾക്ക് ഇരുട്ടാണോ ഇഷ്ടം? സൂര്യൻ ഉദിക്കാതെ എല്ലാ വിടുതലും മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ തെറ്റിപ്പോയി. നിങ്ങൾക്ക് ആദ്യം സൂര്യൻ ഉദിക്കട്ടെ. അപ്പോൾ എല്ലാ ദുഷ്ടപ്രവൃത്തിയും മടങ്ങിപ്പോകും. അത് അതിൻ്റെ സ്ഥാനത്ത് പോയി കടന്നോളും, നമ്മളെ തൊടിയേല. ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സങ്കീർത്തനത്തിൽ കണ്ടു, സൂര്യൻ ഉദിച്ചപ്പോൾ അവയൊക്കെയും മടങ്ങിപ്പോയി. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ച സൂര്യനാണങ്ങ്. ഇത് കേൾക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ വീട്ടിലും ഹൃദയത്തിലും സൂര്യോദയം നടക്കട്ടെ. അത് നിമിത്തം തലയെടുപ്പോടെ നിൽക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങൾ അതെല്ലാം മടങ്ങിപ്പോട്ടെ. അതതിൻ്റെ ഗുഹയിൽ പോയി കിടക്കട്ടെ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.